ഇതാണ് നമ്മളുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കിണറ്റിലിറങ്ങിയ ഇന്നലത്തെ കിണറെന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഉള്ള വെള്ളമാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ബക്കറ്റ് വഴിയാണ്. കിണറ്റിൽ ഇറങ്ങാതെയും വെള്ളമെടുക്കാം. ഈ വെള്ളത്തിന് ഉപ്പിന്റെ പ്രശ്നമില്ല, ചെറിയൊരു സ്വാഭാവികമായ കലക്ക്. പക്ഷേ ഈ വീട്ടുകാർ ഇപ്പോഴും കുടിക്കുന്നത് ഈ വെള്ളമാണ്. ഇവിടെ മുഴുവൻ ഉപ്പുവെള്ളമാണ്. അതുകൊണ്ട് ഞാൻ കിണറ്റിലിറങ്ങി പരിഹരിക്കുമെന്നാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറയുന്നത്. അതിന്റെ ഉത്തരവാദി ഞാൻ 5 വർഷം ഇവിടെ MLA ആയാണ്. ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. പഞ്ചായത്ത് മെമ്പർ CPM ആണ്. ബ്ലോക്ക് മെമ്പർ CPM ആണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CPM ആണ്. MP-യും CPM ആണ്. അതിനിടയിൽ ഒരു MLA. ഞാനാണ് ഇതൊക്കെ പരിഹരിക്കേണ്ടത്. ഇത് ഉപ്പുവെള്ളമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ നാട്ടിൽ. അത് ഉപ്പുവെള്ളത്തിൻ്റെതല്ല. ഇതിനു മുകളിൽ CPM-ന്റെ കേന്ദ്രത്തിൽ അവിടെ ഒരു ഫാക്ടറിയിൽ ചായം മുക്കി ആ ചായത്തിന്റെ വെള്ളം ഇതുവഴി വന്ന് മാരകമായ രോഗം പരത്തി. ആളുകൾ കുറേയായി സമരത്തിലാണ്. പക്ഷേ ഇന്ന് വരെ പരിഹരിക്കാത്തത് ഈ സ്ഥാനാർത്ഥിയുടെ പാർട്ടിയുടെ ആളുകളാണ് അതിന് പിറകിൽ എന്നതാണ്. 60 കൊല്ലം ഈ വെള്ളം ഇവർ ഉപയോഗിക്കുന്നത്. 25 കൊല്ലം ഇതിന് തൊട്ടപ്പുറം ഞാൻ താമസിക്കും. ഒരു കംപ്ലൈന്റ് ഇതുവരെ ഇല്ല. പിന്നെ ചായ വെള്ളത്തെ പറ്റി എന്താ തോടിയതല്ല. ചായ വെള്ളത്തെ പറ്റിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിന്റെ കുറെ ആളുകൾ വന്നു. ഞങ്ങളൊക്കെ അത് നിർത്താനും വേണ്ടിയിട്ട് പോയി. ഇവർ ഉള്ളൂട്ട് പോയി കുറേ ആൾ വരുന്നുണ്ട്, അത് നിങ്ങൾ അവരെ ഒന്ന് നോക്കണം, നിങ്ങളൊക്കെ വളർത്തി വന്നു. എന്നിട്ട് ഇവർ പൈപ്പ് ഇട്ട്, ഒരു ചെറിയ ഓൾ പൈപ്പ് എൻ്റെ അടുത്തുണ്ട്. ആ പൈപ്പ് അവണ് ഞാൻ കാണിച്ചു തരാം. ആ പൈപ്പ് ഇട്ട് റെയിലേ ഭാഗം എടുത്ത് ചാടി. ആ വെള്ളം ഇപ്പം ഈ മയത്ത് വന്ന് നോക്കിയാൽ എപ്പം കാണാം. അത്തരം ഒരു ഈ പ്രദേശത്ത് 1-ാം വാർഡിൽ ഒരു സംവിധാനം അവർ ചെയ്തിട്ടില്ല. ഇവർ ഉറപ്പ്, അതിൽ സംശയമില്ല. ഒരു സംവിധാനവും ലൈറ്റ് വരെ ചെയ്തിട്ടില്ല അവർ. ഉപ്പുവെള്ളത്തെക്കുറിച്ചും അരീക്കോടിനെ കുറിച്ചും വേണ്ടത്ര അറിവില്ലാത്തത് കൊണ്ടാവാം സ്ഥാനാർത്ഥി ചില കാര്യങ്ങൾ. ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറയാം. 17 കൊല്ലം മുമ്പ് ഇതിന്റെ തൊട്ടപ്പുറത്ത്, ഇവിടെ തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്തിൽ, അരീക്കോട് പഞ്ചായത്ത്, ഇതിനോട് ചേർന്നാണത്. അവിടെ പള്ളിക്കുന്നുംപുറത്ത് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി SCP എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതിയിൽ അന്നൊരു പ്രൊജക്ട് ഉണ്ടാക്കി. ആ പ്രൊജക്ട് ഈ പറയുന്ന പാലോട്ട് വയലിൽ കിണർ കുഴിച്ച് അവിടെ വെള്ളം കൊടുക്കാനായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അത് പറ്റില്ല എന്ന് അന്ന് ഭൂഗർഭ ജലവകുപ്പ് എതിർത്തു. മാതൃഭൂമിയിലാണ് 10 ലക്ഷം പാഴായി എന്ന ഒരു വാർത്ത വന്നത്. അതിനെതിരെ അവർ ചെയ്തത് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു പാലോട്ട് വയലിൽ ഉപ്പുവെള്ളമില്ല. 17 കൊല്ലം കഴിഞ്ഞ് CPM-ന്റെ ബാനറിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പറയുന്നു പാലാട്ട് വയലിൽ മുഴുവൻ ഉപ്പുവെള്ളമാണ്. കാരണം അതിന്റെ എന്താണ് സ്ഥാനാർത്ഥിയാണ് എന്നാണ് പറയുന്നത്. ഈ ഗിമ്മിക്കുകളുടെ രാഷ്ട്രീയമൊക്കെ അവസാനിപ്പിക്കാനായി അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ ഞാൻ പറയാം. ക്യാമറകൾക്ക് പിറകിൽ നിന്ന് ആളുകളെ വിഡ്ഢികളാക്കുന്നതല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയം നേർക്കുനേരെയുള്ള കളിയാണ്. ഞാൻ വീണ്ടും എന്റെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. ഉപ്പുവെള്ളത്തിന്റെ വിഷയം ചർച്ച ചെയ്യാൻ നമുക്ക്, അഴീക്കൽ പോർട്ട് ചർച്ച ചെയ്യാൻ നമുക്ക്, നൈതികത, രാഷ്ട്രീയം, ധാർമ്മികത, കേസുകൾ എല്ലാം ചർച്ച ചെയ്യാം. പരസ്യമായ സംവാദത്തിന് ഒരു പ്രയോഗമുണ്ട്, പ്രസിദ്ധമായ പ്രയോഗം, കിണറ്റിലെ തവള. അതാവാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്, പ്രത്യേകിച്ച് നമ്മളുടെ പുതിയ സ്ഥാനാർത്ഥി.